നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മെഡിസെപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് KSPL ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSPL സംസ്ഥാന വ്യാപകമായി ഇതുപോലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. കേരളത്തിലെ 13 ജില്ലകളിലെ കളക്ടറേറ്റ് മുമ്പിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഇങ്ങനെയുള്ള ഈ ധർണാ സമരം നടക്കുകയാണ്. ജീവിതത്തിന്റെ നല്ല കാലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർമെന്റായ ഉദ്യോഗസ്ഥന്മാരെ പരീക്ഷിക്കേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ട്. അതിനനുസൃതമായി പെൻഷൻ കൃത്യമായി നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കേരളത്തിൽ നടന്നു വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് ഒരു തടസ്സവുമില്ലാതെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ തന്നെ കൃത്യമായി പെൻഷൻ ലഭിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ തൊഴിലാളി പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ തന്നെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് KSPL ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. KSPL ജില്ലാ പ്രസിഡന്റ് കൊട്ടില മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി PC അമീനുള്ള സ്വാഗതം പറഞ്ഞു. TP മുസ്തഫ, NA ഇസ്മയിൽ, TP അബ്ദുള്ള, OP മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.